ഇത്ര പെട്ടെന്ന് ദുബായിൽ എത്തിയെന്ന് ചോദിച്ചാൽ അല്ല. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രം വേൾഡ് മാർക്കറ്റ്. അവിടെയാണ് ഈ മനോഹരമായ കളർഫുൾ വാട്ടർഫാൾസ് ഉള്ളത്. ശരിക്കും നമ്മൾ 17-ാം തീയതിയാണ് ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പ്രഗ്നന്റ് ലേഡി ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കൊടുത്തല്ലേ പറ്റൂ. അവള് കുറെ നാളായിട്ട് പറയുന്നുണ്ട് വേൾഡ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്നും കാണാൻ പോകണമെന്നൊക്കെ. ഹോസ്പിറ്റലിലെ തിരക്കും അതേപോലെ തന്നെ മൂത്ത മോളുടെ എക്സാമിന്റെ തിരക്കും ഒക്കെ ആയിട്ട് കുറെ ബിസി. ഇനി എന്തായാലും അങ്ങോട്ട് തിരക്കുകളൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ്. സോ നമ്മളൊരു വൈകുന്നേരം 6 മണിയായപ്പോൾ തീരുമാനിച്ചു ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമുക്ക് ഈ ഒരു മനോഹര കാഴ്ച കാണാൻ വേണ്ടി ഭാഗ്യം. ഒരാൾക്ക് 120 രൂപ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ കയറിയ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന മെയിൻ വാട്ടർഫാൾസ് തന്നെയാണ്. പിന്നീട് നമ്മൾ നോർമൽ ഫെസ്റ്റിലും എക്സിബിഷനിലൊക്കെ കാണുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വാട്ടർഫാൾസിനോട് തോന്നുന്ന ഒരു കൗതുകം ഇല്ലേ, അത് നമ്മൾ കുറച്ചു നേരം ഈ ഒരു സൈഡിൽ പിടിച്ചു നിർത്തും. ഇവിടെ വരുന്നവരെന്തായാലും ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കാണ്ട് പോവില്ല. അതുപോലെ തന്നെ ചുറ്റുപാടെല്ലാം ലൈറ്റ് ഒക്കെ കൊണ്ട് അലങ്കരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറെ നേരം പുറത്തൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു കോൾഡ് ഏരിയ ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു നിമിഷം നമ്മളൊരു വിന്റർ നാട്ടിലേക്ക് വന്നതുപോലെ തോന്നി. ഇവിടെ നമുക്ക് വിന്റർ സീസണിലെ അനിമൽസിന്റെ സ്കൾപ്ചറും കാണാൻ സാധിക്കും. ഇതെല്ലാം കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ തണുപ്പൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ തണുപ്പൊന്നും ഫീൽ ചെയ്യാനും പറ്റില്ല. നമ്മൾ പോയ ടൈം വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഈ പുറത്ത് വാട്ടർഫാൾസിന്റെ അവിടെ ഫോട്ടോ എടുക്കാനും മറ്റും തിരക്കുണ്ടായിരുന്നു. അതും ഒരു 7-8 ഫാമിലി. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂ ഇയർ വരെ ചിലപ്പോൾ ഈ ഒരു ഫെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ടൈമൊക്കെ ആവുമ്പോൾ സ്കൂളെല്ലാം അടച്ചതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനും സാധ്യതയുണ്ട്. നമ്മൾ വന്ന സമയത്ത് സ്കൂളൊന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. എന്തായാലും ഇതിനകത്തെല്ലാം നമ്മൾ കുറച്ച് ചുറ്റി നടന്ന് കണ്ടു. ഒരു വിന്റർ നാട്ടിലോട്ട് വന്ന ഫീലാണ് നമുക്ക് തരാം. അത് തന്നെയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. കാഴ്ചക്കാർക്ക് നമ്മളൊരു വിന്റർ സീസണിലേക്ക് വന്ന ഒരു അനുഭവം. എനിക്ക് പക്ഷേ ഇവിടെ കയറിയപ്പോൾ ICG ഫിലിം ഇല്ലേ, അതിൽ പശുവൊന്നും ഇല്ല, എങ്കിലും ICG ഫിലിമാണ് ഓർമ്മ വന്നത്. പിന്നീട് കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു മെർമെയ്ഡ്. കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കാൻ എത്ര മണിക്കൂറായിരിക്കുമല്ലേ ഇവർ ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഭംഗിയും കൗതുകവും ഒക്കെ തോന്നുമെങ്കിലും ഇതിന്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രകടനം കാഴ്ച വെച്ചിട്ട് ഓക്സിജൻ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകട്ടോ. മെർമെയ്ഡ്സ് ആരും ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് ഇതിനകത്ത് കിടക്കില്ലല്ലോ. ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മുകളിലേക്ക് പോയാലേ പറ്റും. നോർമലി എല്ലാ ഫെസ്റ്റിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് പേരല്ലേ വന്നോളൂ. ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാത്തിലും കയറിയിട്ട് പോവുള്ളായിരുന്നുള്ളൂ. ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ ലുലുവിൽ പോവാതെ എങ്ങനെയാ തിരിച്ചു പോവാ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലുലുവില് പർച്ചേസിന് വേണ്ടി കയറി. ഇതിനകത്തും ഫുള്ള് ക്രിസ്മസ് വൈബാട്ടോ. ക്രിസ്മസ് ട്രീസ് അലങ്കരിച്ചിരിക്കുന്ന കാണുമ്പോഴും അതിന്റെ ഈ ഡെക്കോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് വീട് വെക്കുമ്പോൾ എന്റെ വീടിന്റെ ബാൽക്കണിയിൽ എല്ലാ ക്രിസ്മസിനും ഇതേപോലെ അലങ്കരിച്ച ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവും. നിങ്ങൾക്കും എല്ലാം അതിനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രെയർ ചെയ്യാട്ടോ. എങ്കിലും ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.